പറയാനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ എന്നോട് പറ. പുള്ളിയോടാണ് പറയാനുള്ളതെങ്കിൽ പുള്ളിയുടെ ഫോണിലേക്ക് വിളിക്ക്. അറിഞ്ഞ് ഭാര്യ മദ്യക്കുപ്പി ഒളിപ്പിച്ച് വെച്ചതിന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത കേസല്ലേ? അത് ഞാൻ അറിഞ്ഞായിരുന്നു. എടാ, അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മീൻകറിക്ക് പുളി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭാര്യനെ ഭർത്താവ് വെട്ടിക്കൊന്നില്ലേ? അത് പ്രശ്നമാവില്ലേ? അങ്ങനെയുള്ള പ്രശ്നം ഞാൻ വേറൊരു മാനസികമായിട്ടാകെ തകർന്നിരിക്കുന്ന ഒരു സമയം. എന്ത് ചെയ്യാനാണ്? ഞാനിനിയിപ്പോൾ വിധവാ പെൻഷൻ്റെ അപേക്ഷ പൂരിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഒരു തീപ്പെട്ടി കമ്പൻ്റെ മുതൽ മുടക്കുള്ള വന്നെടുത്ത് വെച്ച് കാണും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമല്ല. ആരെന്നെ ഇട്ടിട്ട് പോയാലും ആര് ചത്താലും ഞാൻ ജീവിക്കും. എനിക്ക് ജീവിക്കണം. അല്ല പിന്നെ കൊത്തല്ലടാ. ഇന്നും എന്താണെന്നറിയാമല്ലോ, മീനുകൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലപ്പാ. ഇന്നത്തെ സാറ് പണിക്ക് പോകാത്ത പോണം, നോക്കട്ടെ. എവിടെ നോക്കട്ടെ ഇന്ന്? എനിക്കറിയാലോ, ജോത്സ്യം ബൽസന്റെ വാരഫലം കേട്ടിട്ടേ ഞാൻ പണിക്ക് പോകാറുള്ളൂ. ഓ, നീ ജോത്സ്യന്റെ ആളായിരുന്നല്ലേ? വന്നിട്ട് ലൈവിൽ വന്നിട്ടുണ്ട്. 27 നക്ഷത്രക്കാരുടെ ഈ മാസത്തെ വാരഫലമാണ് പറയാൻ പോകുന്നത്. അത്തം ചിത്തിര ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച നല്ല ഗുണമാണ് കാണുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കാനും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനും പണിക്ക് പോയില്ലേലും സുഖജീവിതം നയിക്കാനും സാധ്യത കാണുന്നു. മൂലത്തി ജനിച്ചാൽ മതിയായിരുന്നു. പുണർദം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മാനഹാനി, ശത്രുദോഷങ്ങൾ, ജയിൽവാസം, തടവറ യോഗങ്ങൾ, പോലീസ്, കോടതി അങ്ങനെ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടാനും അകത്താകാനും സാധ്യത കാണുന്നുണ്ട്. മതി, ഇനി പണിക്ക് പോകണ്ട. ഈ ആഴ്ച ഭയങ്കര പ്രശ്നം. ചൂണ്ടിട്ടിട്ട് വല്ലതും കൊത്താണ്ടാടാ മാമന. രക്ഷയില്ല. എന്നാ പിന്നെ ആ നേരത്ത് പണിക്ക് പോയി കൂടറാ. പണിക്ക് പോയാൽ ശരിയാവില്ല. ഈ ആഴ്ച പണിയില്ലേ? പണിയുണ്ട്. പിന്നെ ഈ ആഴ്ച പോയാൽ ശരിയാവില്ല. ആര് പറഞ്ഞു? ജോത്സ്യം പറഞ്ഞേ വാരഫലം ഭയങ്കര മോശമാണ് എനിക്ക്. തടവറ, മാനഹാനി, പോലീസ് കേസ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. നിന്റെ നക്ഷത്രം ഏതാ? പുണർദം. പുണർദ നക്ഷത്രത്തിൽ ഈ ലോകത്ത് നീ മാത്രമുള്ള ഇടയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി തടവറയിൽ കാണുക. വാരഫലത്തിലൊക്കെ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പാടാ. അപ്പം ഇപ്പം പറഞ്ഞതാ. ഇവിടെ ഈ പുണർദ നക്ഷത്രക്കാർക്ക് തടവറ, ജയിൽവാസമൊക്കെ പറയണില്ലേ? അതൊന്നും കേട്ട് നമ്മൾ വിശ്വസിക്കണ്ട. ഇപ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗം ഉണ്ടെന്ന് പറഞ്ഞു. 30 ടിക്കറ്റ് എടുത്ത് ബമ്പർ അടക്കാൻ. ഇത് ഒരെണ്ണം പോലും അടിച്ചില്ല. ആരാണ് ഭരണിയിൽ? ഭരണിയിൽ ഞാൻ ജനിച്ചില്ലേ? ഭരണിയിലാണ് ജനിച്ചത്. എന്തോ ഭരണിയിലാണോ? മറ്റേ അച്ചാറിടണ ഭരണിയല്ല, ഭരണി നക്ഷത്രത്തിൽ. ആ മോഹൻ ഉണ്ടാടാ അവിടെ? ഉണ്ടെന്നാണ്, കണ്ടില്ല ഇന്ന് ഞാൻ. ഒന്ന് കണ്ടിട്ട് വരാം. മാമനെ കാണാനില്ലല്ലോ. ഇത്രയും പെട്ടെന്ന് ഉണ്ടായിട്ടാ? അതിൻ്റെ അപ്പുറത്ത് ചോദിക്കണ്ടായിരുന്നു. ഓ എൻ്റെ അമ്മേ, എൻ്റെ മോഹനാ, ഇവിടം വരെ എത്താൻ പെട്ട പാട്. എന്നാടാ മഴ പെയ്ത കാരണം ചെളിയും കുണ്ടും വഴികളൊക്കെ. അവളെന്തേടാ? മായ എന്തേടാ? മയേ, മോളെ മായേ, എന്തുണ്ട്? കുറെ കാലമെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി. വരണമെന്ന് അങ്ങനെ തോന്നി, പെട്ടെന്ന് അങ്ങനെ വന്നു. അവനെന്താണ് ബോറടിച്ചിരിക്കണത്? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട്. എൻ്റെ മാമ എന്നോട് വഴക്കിട്ടിട്ട് റേഷൻ കടയിൽ പോയി ഒരു ഉപ്പി മണ്ണെണ്ണ മേടിച്ചുകൊണ്ട് വന്ന് തീപ്പെട്ടിയായിട്ടിരിക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമുണ്ട്. ഏത് നേരത്താണ് പണ്ടാരം മേത്തെടുത്ത് ഒഴിച്ച് തീ കൊളുത്താണെന്ന് അറിയാൻ പറ്റൂല. ഞാൻ മാറിയിട്ട് ഇത് അവിടെ നിന്ന് ഒളിച്ചു നോക്കി ഇരിക്കുവായിരുന്നു. പിന്നെ അല്ലാതെ മണ്ണെണ്ണ കുടിച്ചാൽ ചത്തുപോകല്ലോ. പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. മാമനല്ലേ, സ്വന്തം മാമനല്ലേ, പറഞ്ഞു കൊടുക്ക്. എനിക്ക് പാടില്ല പറയാൻ. ഇതെന്നാടാ മോനെ കാണിക്കണത്? നീ ഇങ്ങനെ മണ്ണെണ്ണ കുടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്നേ തലയിലും തെളിക്കണത്. ഇതെന്നത് തീപ്പെട്ടി കത്തിച്ചാവോ? മണ്ണെണ്ണയല്ല ഇത്. പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ കത്തിച്ചാകുമെന്ന് പറഞ്ഞിരിക്കും. അത് ശരി. മോനെ പോരാ. മോളെ, ഇവന് എത്ര ദിവസം കൂടി ഭക്ഷണം കഴിച്ചിട്ട്? കുറേ ദിവസമായി മാമ. എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പുള്ളി കഴിക്കണില്ലേ. ഈ മണ്ണെണ്ണയും കുടിച്ചോണ്ടുള്ള ഇരിപ്പാണ്. അവൻ അവിടെ ഇരുന്നോട്ടെ. ഇത്ര പിടക്കങ്ങൾ തീരാൻ ഓർഡർ പട്ടി കൊരുകുടുമ്പം എറിയുന്നവനാണ് മാമൻ. മാമനെ കണ്ടറിഞ്ഞാണ് സാധനം വന്നേക്കണം. മാമൻ എന്ത് ചെയ്യാനാണ്? മാമൻ പറഞ്ഞത് കേൾക്ക്. പാചകത്തിൽ നീ വിദഗ്ധയാണല്ല. നിന്റെ കൈപ്പുണ്യം ഉണ്ടെങ്കിൽ മാമൻ കൊണ്ടുവന്നേക്കണ റോസ് ബ്രാൻഡിൻ്റെ റൈസ് എടുത്ത് ഒരു ബിരിയാണി അങ്ങോട്ട് വെക്കുക. എന്താ മാമൻ ഇത്ര ഉറപ്പ്? എടി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയിടി. കല്യാണത്തിൽ ഞാൻ ബിരിയാണി കൂട്ടിയിട്ട് കൈ കടിച്ചു പോയി. ഞാൻ വിചാരിച്ചു അവരുടെ കൈപ്പുണ്യമാണ്. കൈപ്പുണ്യമല്ല, ഇത് റൈസിൻ്റെ ഗുണമാണ്. അതാണ് ഈ റോസ് ബ്രാൻഡിൻ്റെ
റൈസ്. ഈ റോസ് ബ്രാൻഡിൻ്റെ റൈസ് വെച്ച് നീ ഒരു ബിരിയാണി ഉണ്ടാക്കുക. ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട? ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഫ്രിഡ്ജിലിരിപ്പുണ്ടെങ്കിൽ നീ ഇതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുക. ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ മണം അടിച്ചു കഴിഞ്ഞ് ഇവൻ താനേ വരും. ഇവനല്ല, മരിച്ചുപോയി ഇവൻ്റെ അച്ഛൻ വരെ വന്നിട്ട് ബിരിയാണി തിന്നും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഉപവാസം ഈ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസ് കൊണ്ട് ഞാൻ പൊളിക്കും. ഇല്ലെങ്കിൽ മാമൻ മീശ പഠിക്കും. വെക്കട്ടെ. ചെല്ലി. ആ നിങ്ങൾ ഇവിടെ ഇരിക്കാനാ? നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാ? ഓ, ആ ജോസപ്പേട്ടന്റെ വീട്ടിൽ വെട്ടവും വിളിച്ചോക്കേണ്ടെന്ന്. വീടായ വെട്ടം വിളിച്ചൊക്കെ ഉണ്ടാവൂലേ? ഇതാരോടാ ഞാൻ ഈ പറയുന്നേ? എന്റെ മനുഷ്യ, അവര് വേളാങ്കണ്ണിക്ക് പോയേക്കാണാ. 4 ദിവസം കഴിഞ്ഞ് വരുവുള്ളെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളന്ന്. പിന്നെ അവനാത്താരാൻ? ആ, ഞാൻ കണ്ടതാണ്. അതിന്റെ ഉള്ളിൽ ആരോ ഉണ്ട്. ബാത്റൂമിലെ പൈപ്പൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അതുമല്ല, എനിക്ക് സംശയം തോന്നാൻ കാര്യം എന്താണെന്നറിയോ? പുറത്തൊരു ഇത്രയുള്ള ഒരു കുറുവടി കിടക്കുന്നു. കുറുവടിയാ? ആ, 2 ചെരുപ്പും പുതിയത്. അപ്പ കുറുവാ സംഘം. കുറുവടി ഉണ്ടെങ്കിൽ കുറുവാ സംഘമാണ്. ഇവർ ഈ ആളില്ലാത്ത വീടുകളിൽ കയറി മോഷണം നടത്തുന്ന ടീമാ. അയ്യോ, ആ എന്റെ പൊന്നടാ, അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പറയണ. നിനക്ക് പ്രാന്താണ്. നീ അവിടെ ഇരുന്നോ, നീ ഇങ്ങനെ കുറുവാപ്പരലും പിടിച്ചു ഇവിടെ ഇരുന്നോ. ആൾക്കാർ ഇവിടെ കുറുവാ സംഘം വീടുകളിൽ കയറി ഇറങ്ങി കൊള്ളയടിച്ചോണ്ട് പോകണേ ഇപ്പ. നീ വാർത്തയിലെ കണ്ടിട്ടില്ലടാ. ഓക്കേ, എങ്ങനെയും പൊക്കണം ഇവനാ. നീ ഇങ്ങനെ എത്ര നാളിങ്ങനെ പട്ടിണി കിടക്കും? പട്ടിണി കിടന്നാൽ ചത്തു പോകൂലേ? പട്ടിണിയാ? മാമനെ കയ്യെന്ന് പിടിച്ച് മണത്ത് നോക്കിക്കേ. ബിരിയാണി കഴിച്ചല്ലേ? റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി. റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി കഴിച്ചാൽ ഏത് പിണക്കോടി മാറാത്തത്? സമ്മതിച്ചത് തന്നെ ഞാൻ. ഇണക്കവും പിണക്കവും ഒക്കെ മാറാൻ ഏറ്റവും ബെറ്ററാണിത്. എന്താടി നിങ്ങൾ അറിഞ്ഞാ ആ ജോസപ്പേട്ടന്റെ വീട്ടില് വെട്ടവും വിളിച്ചോക്കിണ്ട്? അതിനെന്താ? അയ്യോ, അവര് വേളാങ്കണ്ണിക്ക് ടൂറ് പോയേക്കല്ലേ. 4 ദിവസം കഴിഞ്ഞ് വരുള്ളൂന്നാണ് പറഞ്ഞേ. ഇന്ന് 2-ാം ദിവസമല്ലേ, പിന്നെ ആരായിരിക്കും വീട്ടില്? അപ്പൊ കുറുവാസം കൂടും. കുറുവാസം കൂടും. കുറുവ അവര് കയറി കഴിഞ്ഞാൽ വീട് വൃത്തിയാക്കിട്ടേ പോവുള്ളൂ. അത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് തന്നെ ആര് ആഹാ എടാ, ഇത് കല്യാണ സദ്യക്ക് പോണ പോലെ അല്ല ഇത്. നോക്കി പോണേ. ജീവൻ മരണ പോരാട്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ആരെയൊക്കെ അറിയിച്ചത്? എല്ലാവരും ഇപ്പം നമ്മുടെ ടീമുകളെല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും വീട് വളയണം. ഞാൻ പത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്, പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്, ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ എന്തിനാ അറിയിച്ചത്? വല വീശിയാണെങ്കിൽ അവർ പിടിച്ചോളൂല്ല. അതിന് വല വീശി പിടിക്കാനായിട്ട് കുറുവാ മീനല്ല, കുറുവാ ടീമാണ്. അല്ല, അങ്ങനെ ഇല്ലടാ, ഞാനല്ലടാ കൂടെ. അല്ല, മാമനും വായിക്കണ്. ഏയ് കുറുവാ. അല്ല, നിങ്ങൾ അങ്ങോട്ട് പോയില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കണോ? അല്ല, ഇതെല്ലാം പറഞ്ഞു പറ്റാ നീ ഇല്ലാതെ ഞങ്ങളുടെ പോനാണ്. എടാ, ഞങ്ങൾ പുറയിലുണ്ടല്ലോ. നീ നടന്നോ? ശരി ശരി. ഇവന്മാരെ കൊണ്ട് തോറ്റി. അയ്യോ, അവനങ്ങോട്ട് പോകണം. ഞാൻ കണ്ണട ഒന്ന് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഓ, കണ്ണടയും മുമ്പ് കുറുവാ സംഘത്തെ പിടിക്കണമെന്ന് കാണാൻ പോവാ. ഞാനല്ലേ കൂടെ ഉള്ളത്. മൊബൈലും എടുക്കണം. മൊബൈൽ പിടിക്കണ്ടേ? മൊബൈലൊക്കെ പിടിച്ചോളാം. മാവൻ നടന്നേ. അതെ, നമ്മൾ പിടിച്ചു കയറി അങ്ങോട്ട് ചെല്ലണ്ട. കുറുവാസം കൊണ്ടോ അവന്മാരുടെ ആയുധമൊക്കെ ഉണ്ടാവും. അതൊരു ശരിയാണ്. നമ്മൾ പെൻഷൻ മേടിക്കുന്ന പെണ്ണുമ്പിള്ളമാരും ആ പെൻഷൻ മേടിക്കാനും തോന്നണം. അതാണ് നാട്ടുകാർ കൈകാര്യം ചെയ്യട്ടെ സാർ. അതിന് ചേട്ടൻ നമുക്ക് ഇടപെട്ടാൽ പോരെ? ഏതായാലും ബാ, നമുക്ക് നോക്കാം. അകത്തുനിന്ന് പൂട്ടിയിരിക്കുക. കൊടും ഭീകരന്മാരാണ് കുറുവാ സംഘം. അവർ കൊല്ലാൻ വരാൻ മടിക്കില്ല. അത്രയ്ക്ക് ഭീകരന്മാരാണ് കുറുവാ സംഘം. എൻ്റെ പൊന്ന് സാറേ, ഈ ഇടക്കിടക്ക് കുറുവാ സംഘം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ പേടിപ്പിക്കണത്? ഇവിടെ കുറുവാ സംഘത്തെ പിന്നെ നാടക സംഘം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ആരെടാ? ബാ, അപ്പം നിങ്ങൾ നാളെ ഇവിടെ നിൽക്കുക. താൻ എൻ്റെ കൂടെ വാ. ഓക്കെ, ബാ. നിങ്ങളെല്ലാരും ഒന്ന് പേടിക്കാൻ നിൽക്കുന്നത് നമ്മൾ പേടിയാർക്കണെന്ന് പറഞ്ഞത് പിന്നെന്താ? നീ ഇപ്പൊ ഇവിടെ ഈ വാതിലിനോട് ചാരി നിൽക്കണല്ലേ? ആ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടി അവൻ ഇത്രയുള്ള ഒരു കടാരി കയറ്റി കഴിഞ്ഞാൽ നടുവിന് കൊള്ളും. തളർന്ന് കിടക്കേണ്ടി വരും. ഒക്കെ പറഞ്ഞു കുറുവാ സംഘം ആയിക്കോട്ടെ. എന്താ ഇവിടെ ആവശ്യം ആളുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാറേ, എല്ലാവരും. അപ്പോൾ കുറുവാ സംഘം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസേ ഒന്ന് പറഞ്ഞോട്.
ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞാൽ ഇവന്മാർ മേത്തൊക്കെ എണ്ണ തേച്ചിട്ടുണ്ടാവും, ചെറിയ കളസമായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഇവന്മാരെ പിടിക്കാൻ കിട്ടൂല. ചിലപ്പോൾ എണ്ണ തേച്ചു കുളിക്കാനാണെങ്കിലോ? ഇവിടെ കുളിപ്പിക്കാനല്ല പറഞ്ഞത്. അതായത് ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങി അപ്പം തന്നെ കാല് തല്ലി ഒടിച്ചേക്കണം. അടിച്ചോളൂ. ഇല്ല, നീ അടിച്ചോ. നീ അടിച്ചാൽ മതി. നീയല്ലേ ഇത്ര ആൾക്കാരെ കോർഡിനേറ്റ് കൊണ്ട് വന്നത്, അപ്പോൾ നീ തന്നെ അടിച്ചാൽ മതി. തലയെ കൂടി മുണ്ടിട്ട് തരുവാ. ആറാ ഇറങ്ങി വന്ന ആളുടെ. അതെന്തിനാണ്? എന്നാൽ ഞാൻ അടിച്ചോളാം. അതെന്തിനാണ്? അയാൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ വഴി വെച്ച് കാണുമ്പോൾ എന്നെ തോണ്ടു പിടിച്ചിട്ട്. അതാണ് അയാൾ ഇറങ്ങി വരുമ്പോഴേ ഞാൻ മുണ്ടിട്ട് തരാം, നീ അടിച്ചാൽ മതി. കാല് തല്ലി ഓടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലല്ല? മുണ്ടിട്ട് പുറകെ ഞാനുണ്ട്. വെരി ഗുഡ്. രണ്ടുപേരും ഉണ്ട് അല്ലേ? കൊള്ളാം. ഓ, പുറത്തുനിന്ന് താഴ്ത്ത് പോയി ഡോറിന് എന്തിനാടോ രണ്ടുപേരും കാവൽ നിൽക്കുന്നത്? അല്ല, കക്കൂസിന് മുമ്പേ കാവൽ നിൽക്കും. എഴുത്തി വെച്ചേക്കാണ് 4 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. ചുമ്മാതല്ലേ, ഇവർക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പോയാ പോരായിരുന്ന. ഇതൊക്കെ എഴുതി കണ്ടിട്ടാണ് ഓരോരുത്തർ കുത്തി തുറന്ന് കയറിയത്. ഒരുപാട് കിടക്കണേണ്ട. ദൈവമേ, ആരെങ്കിലും വന്ന് അടിക്കാനായിട്ടായിരിക്കും. ഓഹ്, നമ്മുടെ കൂടെ നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി? വീടിൻ്റെ 3 മൂലയ്ക്ക് നടപ്പുണ്ട്, വാതിക്കലോട്ട് വന്നില്ല. ഇതെങ്ങനെയാണ് ബുദ്ധി വേണ്ടേ എല്ലാത്തിനും? ആ പൂർവ്വ സംഘത്തിന് എൻ്റെ കൈ കിട്ടിയാലല്ല ജസ്റ്റ് നോക്കിയിട്ടിരിക്കും ഞാൻ. എനിക്ക് ചെസ്റ്റല്ല വേണ്ട, എനിക്ക് കാലാണ് വേണ്ടത്. എടി, ഇത് ചിക്കൻ്റെ കാലല്ല, കുറുവാട കാലാണ്. ആ 2 കാലും പിടിച്ചിട്ടുണ്ടല്ലേ, മൂരിക്ക് 2 വലിച്ച് കീറണം അങ്ങോട്ട്. എന്നിട്ട് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി എടുത്ത് അടുപ്പിച്ചിങ്ങനെ വരയിട്ടിട്ട് ഉപ്പും മുളകും കുരുമുളകും മസാലയും കൂടെ എടുത്ത് പെരട്ടി അങ്ങോട്ട് തേച്ച് വെയിലത്തിട്ട് ഉണക്കണം. എന്നിട്ട് എടുത്തിട്ട് വറുത്ത് ഇടിയർച്ച പോലെ കല്ല് വെച്ച് കുത്തിച്ചതക്കണം. എൻ്റെ ചേച്ചി ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ടാണ്ടല്ലോ കിടക്കും. പറഞ്ഞ് പട എന്നെ കൂടെ കൊതിപ്പിക്കും. ആ വറുത്തതിനെ എടുത്ത് കത്തിച്ച് കരിച്ച് ചാരമൊക്കെ ഇട്ട് വെള്ളത്തിൽ കലത്തി കൊണ്ട് കളയണം. കടലിൽ കൊണ്ടേ കളയണം ചേച്ചി. അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യത്തിന്? അത്രയും പുണ്യൊന്നും വേണ്ട. ടോയ്ലറ്റിൽ ഇട്ട് ഫ്ലഷ് അടിക്കണം, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടാ. പൈപ്പിൽ വെള്ളം വേണം. ഓ, ആളുണ്ട്. സാറേ, അവന്മാരകത്തുണ്ട്, ഷവറുണ്ട്, അവർ കുളിക്കണേറ്റാണ്. ഇന്നലെ രാത്രി കയറിയതായിട്ടാണ് എനിക്ക് തോന്നണത്. അടിക്കാന്ന് പറഞ്ഞ് ഇവനാണ്, അല്ല നീയാണ് അടിക്കാന്ന് പറഞ്ഞു. നീ വരും, വാതിൽ തുറക്കുന്നു, നീ അടിക്കുന്നു. അതാണ് നീ പറഞ്ഞു. മുണ്ടിടൂലേ? മുണ്ടിടാം. മുണ്ടിടാനോ? ഞാനോ? തലയിലിടാം. ഇട്ടിട്ടില്ലേ? ഇല്ല. എന്റെ പൊന്നെ, ഇങ്ങനെ ഇത്ര നല്ല കാര്യത്തിന് വരുമ്പോഴെങ്കിലും അത് ഇടണ്ട. ചെയ്യാ സാർ, 1 മിനിറ്റ് ഉണ്ടാ. അപ്പൊ നീ അടിക്കൂല്ലോ? അടിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കുറുവാ സംഘമാണ്, എന്തിനും അവർ തയ്യാറായവരാണ്. അവരുടെ പുറകിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിൽക്കാൻ. നമുക്ക് ചുട്ട മുളക് അകത്തേക്ക് ഇടാം സാറേ, പുകച്ച് പുറത്തേക്ക് അടി. ചുട്ട മുളക് പാമ്പാണ് അകത്തിരിക്കുന്നത്. അല്ല സാറേ, അടി തുടങ്ങ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറുവാ സംഘത്തിന് ഏറ്റവും വീക്ക്നെസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ്. അത് അമ്മാവനെങ്ങനെ അറിയാം? എനിക്ക് പറഞ്ഞു കേട്ടണിയാ. ഇല്ലില്ല, ആ പഠിക്കും. അതെ, പെണ്ണുങ്ങളെ കൊണ്ട് വിളിപ്പിക്കാം. ആദ്യം പെണ്ണുങ്ങളെ കൊണ്ട് നമ്മളൊന്ന് വിളിപ്പിക്കുന്നു. എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. അവള് വിളിക്കുന്നു, അവൻ ഇറങ്ങി വരുന്നെങ്കിൽ ഞാൻ മുണ്ടിട്ട് മൂടുന്നു, അടിക്കുന്നു. നീ അടിക്കുന്നു. അടിച്ചോണം. അടി പാഴായ ഇല്ലില്ല. എടാ, രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. സാറേ, നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ചുറ്റിനും പറഞ്ഞു. എല്ലാവരും അവിടെ നോക്കുന്നു. അവിടെയൊക്കെ ആളുകളില്ലേ? വിളിക്കേ. നീ ഇന്നുവരെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? നീ ഒന്ന് വിളിക്ക. നീ വിളിക്ക. ചേട്ടാ, അയ്യോ, കുറുവാ, ഓടിക്കളി. നിന്റെ അപ്പൂപ്പന് പറയുന്ന അമ്മ പോക്കും. ജോസഫാണെങ്കിൽ എന്നാ കുറുവല്ലേ? കുറുവല്ലെന്ന് വീടിന്റെ ഓണറാ. എടാ, അല്ല 4 ദിവസം കഴിഞ്ഞിട്ട് നീ വേളാങ്കണ്ണി പോയിട്ട് വരുവുള്ളെന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ച്. അവിടെ ചെന്നപ്പോ ഇടിവെട്ടും മഴയൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയില്ല, തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈ കിടക്കണ കുറുവടിയാ? കുറുവടി രാത്രി നിറച്ച് പട്ടിശല്യമാണ്, അതുകൊണ്ട് എടുത്ത് വെച്ചല്ലേ ഞാനിവിടെ. അപ്പൊ പുതിയ ചെരുപ്പാ? അവിടെ വെച്ച് ചെരുപ്പ് ആരാണ്ട് കട്ടുണ്ട് പോയി ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോ. പിന്നെ 2 ചെരുപ്പ് പുതിയ മേടിച്ചിട്ടായിട്ടുണ്ട് വന്നത്. അപ്പൊ അകത്ത് ഷവർമ ഓൺ ചെയ്തിട്ട് ആരോ കുളിക്കണ്ട? ഷവർമ അല്ല, ഷവർ. അത് ഓൺ ചെയ്തിട്ട് അവള് കുളിക്കുക, പള്ളിയിൽ പോരാണ്ട്.
അപ്പൊ കുറുവ ഔട്ട്, ഗൃഹനാഥൻ ഇന്ന്. നിങ്ങളെ പേരെന്നാ? ജോസഫ്. ചേട്ടോ ജോസഫ്, താനല്ലാതെ ആരെങ്കിലും പെര പൂട്ടി പുറത്തു പോകുമ്പോൾ ഇത് ഓടിച്ച് എഴുതി ഭിത്തി ഒട്ടിച്ച് വെക്കോളൂ. ഞാൻ എവിടെ പോലും ഇവിടെ എഴുതി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ അയൽവാസികൾ വെച്ച് അറിയിക്കണം. ഇതൊന്നുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് മറ്റിടത്ത് വിട്ട് ഇതുപോലെ ഭിത്തി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിക്കും. മനസ്സിലായോ? തനിക്ക് വല്ല പരാതി ഉണ്ടോ? പരാതി ഉണ്ട്. എന്റെ കാല് തല്ലി ഓടിച്ചു. എനിക്ക് പരാതി തല്ലി ഓടിച്ചു. ഇയാളുടെ കാല് തല്ലി ഓടിച്ചാരാണ്? കാല് തല്ലി ഓടിച്ചത് ഇവനാണ്. കാല് തല്ലി ഓടിച്ചത് നീയാണ്. നിന്റെ കയ്യിലാണ് കള്ളം പെട്ടിരിക്കണത്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? ഭവന വേതനം, വീട്ടിൽ അതിക്രമിച്ച് കിടക്കുക, ഗൃഹനാഥന്റെ കാല് തല്ലി ഓടിക്കുക, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പൊ ആ മടലുമായിട്ട് ഇങ്ങോട്ട് പോന്നാട്ടെ, ഇങ്ങോട്ട് പോന്നാട്ടെ. ബാ ബാ ബാ. മാമ മാമ ഈ ആഴ്ച വാരഫലത്തിൽ പറഞ്ഞത് ശരിയാണല്ല? എന്ത്? ശത്രുദോഷം, മാനഹാനി, ജയിൽവാസം ഇതൊക്കെ എനിക്ക് ഉണ്ടാവുമെന്ന്. അപ്പൊ മാമനല്ലേ പറഞ്ഞത് അതൊക്കെ വെറും തട്ടിപ്പാണ്, പറ്റിക്കലാണെന്ന്? ചിലരുടെ ഭാരഫലത്തിൽ ചില ആൾക്കാർ എഴുതുന്നത് വെറും തട്ടിപ്പും വെട്ടിപ്പുവാ. എന്തോ നിന്റെ കാര്യത്തിൽ ഏതാണ്ട് കറക്റ്റാ.